ഹായ് ഓൾ. കുഞ്ഞുങ്ങളിലെ നിശബ്ദത അവർ സംസാരിക്കുന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പലപ്പോഴായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം അൺഎക്സ്പ്ലെയിൻഡ് പെയിനാണ് നിശബ്ദതയുടെ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് ഇന്ന് തൊട്ട് ഓരോ കേസ് സ്റ്റഡീസ് എഡ്യൂക്കേഷണൽ പർപ്പസിനായും അവയർനെസ്സിനായും കൃത്യമായ കോൺഫിഡൻഷ്യാലിറ്റി ഡേറ്റ പ്രൊട്ടക്ഷൻ പോളിസിയോടുകൂടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി. ഒരു 4 വയസ്സുള്ള കുട്ടി ഞങ്ങളുടെ നിലയിലേക്ക് എത്തുന്നു വിത്ത് പാരൻസ്. സ്കൂളിൽ പോകാൻ വിസമ്മതിക്കുന്നു. ഏതാണ്ട് 3 ആഴ്ചകളായി സ്കൂളിൽ പോകുന്നില്ല. സ്കൂളിൽ പോയാലോ കരഞ്ഞുകൊണ്ട് തിരികെ വരുന്നു. സ്കൂളിലെ ടീച്ചറിനെ പേടി, പ്രിൻസിപ്പളിനെ പേടി, പലവിധ അകാരണങ്ങൾ പറയുന്നു. സ്കൂളിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് പാരൻസ് കരുതുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ വയറുവേദനയായി കരയുന്നു. ഞങ്ങളുടെ മുമ്പിലേക്കൊരു കുഞ്ഞുകുട്ടി വരുമ്പോൾ ഞങ്ങൾ നിലയിൽ കുഞ്ഞുമക്കളെ കൗൺസിൽ ചെയ്യാൻ്റെ ആവശ്യം വരുന്നില്ല. പാരൻ്റൽ എഡ്യൂക്കേഷനാണ് വേണ്ടത്. പക്ഷേ പാരൻസിൻ്റെ പെർമിഷനോടുകൂടി കുറച്ച് സമയം പ്ലേ തെറാപ്പിയിലൂടെയും ട്രോമ ഫോക്കസ്ഡ് CBTയിലൂടെയും ഒക്കെ ഞങ്ങൾ കുഞ്ഞിനോട് കുറച്ചധികം കളിക്കുകയും കഥ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. എപ്പോഴൊക്കെ കുഞ്ഞിനെ എൻഗേജ്ഡ് ആക്കുമോ അപ്പോഴൊക്കെ ഈ വേദന പറയുന്നില്ല. എന്നാലും പ്രബുദ്ധരായ, വിദ്യാസമ്പന്നരായ, വളരെ മിടുക്കരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുഞ്ഞിനെ തിരികെ വളരെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്തെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. വളരെ CCTV സർവലൻസ് ഉള്ള, വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിൽ ജനിച്ച ഈ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളും വളരെ പ്രശസ്തമായ സ്കൂളാണ്. പക്ഷേ ഈ സ്കൂളിൽ നിന്ന് കൂട്ടുകാരികളിൽ നിന്നും, കൂട്ടുകാരന്മാരിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നും ഉണ്ടായ സെക്ഷുവൽ മൊളസ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിന് വയറുവേദന വന്നിരിക്കുന്നത് എന്ന് 3 ദിവസത്തെ നിരന്തരമായ ഡേറ്റ അനാലിസിസിലൂടെ, അസസ്മെൻറ്റിലൂടെ, ഇവാലുവേഷനിലൂടെ മനസ്സിലായി. നമ്മുടെ ഈ കുഞ്ഞ് വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ നിരവധി തവണ വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ ആളാണ്. ഒരുപാട് എക്സ്പെർട്ടൈസിനോടൊപ്പം വൻകുടൽ, ചെറുകുടലിൻ്റെ പരിശോധന, വയറിൻ്റെ പരിശോധന, വിദഗ്ധ ചികിത്സ. പക്ഷെ ഒന്നിലും സൈക്കോസൊമാറ്റിക് ഡിസോർഡറായ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതിമിടുക്കിയായ രക്ഷകർത്താവ്, അമ്മ, അവളോട് കുറച്ചധികം സംസാരിക്കുന്നതിനിടയിൽ സ്കൂളിൽ നടന്ന ചില കാര്യങ്ങൾ പേടിയോടുകൂടി അച്ഛനോട് പറയരുത് എന്ന ഉത്തമമായ പ്രോമിസോടുകൂടി അമ്മയോട് അവതരിപ്പിച്ചു. കുഞ്ഞുമക്കൾ തമ്മിൽ കളിക്കുമ്പോൾ വീടിനടുത്തുള്ള കുട്ടിയും അയൽപക്കത്തുള്ള കുട്ടികളും കസിൻസും എല്ലാവരും കളിക്കുമ്പോഴും അതിലൊരാളോടും ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു. സ്കൂളിൽ വെച്ചുണ്ടായ ഒരു സോഫ്റ്റ് ടച്ച് ഓർ ഹാർഡ് ടച്ച്. നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് പ്രൈവറ്റ് പാർട്സിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഞാൻ മുൻപ് ഇത്തരമൊരു വീഡിയോ ചെയ്തതിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിക്കാനിടയായി, വിവിധങ്ങളായ വ്യക്തിത്വങ്ങളുടെ. എൻ്റെ ശരീരത്തിൻ്റെ പ്രൈവറ്റ് പാർട്ട് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ ശിശുക്ഷേമ സമിതിയോ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ് ആക്റ്റോ അല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും വിരോധിപ്പിക്കുന്നതിന് സംസാരിക്കുന്നതല്ല. പകരം അണ്ടർ ആംസും ബ്രസ്റ്റും ചുണ്ടുകളും വജൈനയും പൊക്കിളും ഒന്നുമല്ല പ്രൈവറ്റ് പാർട്സ്. എൻ്റെ ശരീരത്തിൽ എല്ലാം പ്രൈവറ്റ് പാർട്സ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാം പ്രൈവറ്റ് പാർട്സ് തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഹാർഡ് ടച്ച്, സോഫ്റ്റ് ടച്ച്,
പ്രൈവറ്റ് ടച്ച് തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ അവയവത്തിൻ്റെ ആകൃതി അങ്ങനെ എന്താണെന്നും അത് എന്തുകൊണ്ടാണെന്നും എന്ന് ബയോളജിക്കലി പെത്തോളജിക്കലി നമ്മൾ പഠിപ്പിക്കേണ്ട പ്രായം തന്നെയാണ്. പക്ഷെ അപക്വമായ ചില കാരണങ്ങൾ കൊണ്ട് മാതാപിതാക്കളുടെ കുഞ്ഞുമക്കളെയൊക്കെ നിങ്ങളും നമ്മളുമൊക്കെ കിടത്തി ഉറക്കുന്നത് അച്ഛൻ്റെയോ അമ്മയുടെയും നടുവിലോ അല്ലെങ്കിൽ വശത്തോ ആയ ഒരു കട്ടിലിന് വശത്തോ ഒക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ മാതാപിതാക്കളുടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് കുഞ്ഞുങ്ങൾ കാണാനിടയായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞും മേൽപ്പറഞ്ഞ കുഞ്ഞും അത്തരത്തിലുള്ള ചെയ്തികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുകയും ഇന്നത് കസിൻസിനോടത് പറയുകയും ഇതേ കാര്യം സ്കൂളിൽ കൂട്ടുകാരോട് പറയുകയും അങ്ങനെ സ്കൂളിൽ ടോയ്ലറ്റിൽ ഈ സോ കോൾഡ് പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്ന ഭാഗങ്ങൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തൊടുകയും ടച്ച് ചെയ്യുകയും ലിക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതി വിശേഷം ഈ കേസ് സ്റ്റഡിയിലുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയായിരിക്കും നമ്മൾ ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലും കുട്ടിക്കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വൃത്തികേടുകളാണെന്ന് പറഞ്ഞ് നിങ്ങൾ കളയരുത്, ഇതൊക്കെ ഭയങ്കര പാപമാണ് എന്ന് പറഞ്ഞ് തല്ലരുത്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നിങ്ങൾ കൊടുക്കരുത്. പകരം അതിൻ്റെ അവയർനെസ് ഈ രക്ഷകർത്താക്കൾ എന്നോട് ചോദിച്ചു, മാം എങ്ങനെയാണിത് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് എന്തെന്ന് പറഞ്ഞു കൊടുക്കും, അരുതാത്തത് എന്തെങ്കിലും വന്നാൽ കുഞ്ഞിനത് ബുദ്ധിമുട്ട് തോന്നില്ലേ? ശരിയാണ്, പ്രൊഫഷണലിൻ്റെ സപ്പോർട്ടോടുകൂടി ശ്രദ്ധയോടുകൂടിയാണിത് പറഞ്ഞു കൊടുക്കാനുള്ളത്. എനിക്ക് ഏതാണ്ട് 9 കേസ് സ്റ്റഡി ഇതേ സ്വഭാവത്തിലുള്ള ഏതാണ്ട് 9 കേസ് സ്റ്റഡി ഞങ്ങൾക്ക് കഴിഞ്ഞ 3 മാസമായിട്ടുണ്ട് നിലയിൽ. ഇത് ഞങ്ങൾ ഡീൽ ചെയ്തത് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കരുതേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കണമെന്ന് കരുതുന്നത്. കേസ് സ്റ്റഡി മനസ്സിലായെന്ന് കരുതുന്നു. കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്ന സോ കോൾഡ് ശരീരാവയവങ്ങളിൽ സെയിം പിയറോ സെയിം ജെൻഡറോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറോ ആയ കുട്ടികൾ തൊടുകയോ ടച്ച് ചെയ്യുകയോ ഫിംഗറിങ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ കുട്ടികൾക്കുണ്ടാകാവുന്ന ഗിൽറ്റ് ഫീലിങ്ങും ഇറസ്പോൺസിബിൾ ഫീലിങ്ങും പേടിയും സൈക്കോസൊമാറ്റിക് ഡിസോർഡറായി മാറുമ്പോൾ വയറുവേദന പോലെയുള്ള വിഷയങ്ങൾ വന്നാൽ സ്കൂളിൽ പെട്ടെന്ന് പോകുന്നത് ഓൾ ഓഫ് എ സഡൻ സ്റ്റക്കായി നിർത്തിയാൽ എന്ന് കരുതി ഇതെല്ലാമാണ് സിംറ്റംസ് ആകണമെന്നില്ല. ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്, എങ്ങനെയായിരിക്കും ഇതിനെ ഡീൽ ചെയ്യേണ്ടത് എന്നതാണ്. അതിലാദ്യത്തെ കാര്യമാണ് കുഞ്ഞുങ്ങളോട് പാരൻ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ബഹളം കാണിക്കാതെ, ചെയ്ത കുട്ടിയുടെയോ ചെയ്യപ്പെട്ട കുട്ടിയുടെയോ പാരൻസിനെ നേരിട്ട് വിളിച്ച് പ്രശ്നമുണ്ടാക്കാതെ, അവരുടെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവയർനെസ് ഇല്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സ്കൂളിൽ പോയി ബഹളം വെക്കാതെ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട് നിങ്ങൾ വ്യക്തമായി സംസാരിച്ചിട്ട് അതൊരു പ്രൊഫഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് അതിനാവശ്യമില്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി കുഞ്ഞിൻ്റെ ഒരു 2-3 ദിവസം ഒബ്സർവ് ചെയ്തുകൊണ്ട് ജോലി എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത്തരം ജോലികളൊക്കെ മാറ്റിവെച്ച് 1-2 ദിവസം ലീവ് എടുത്തുകൊണ്ട് പ്ലേ തെറാപ്പിയിലൂടെ, അതായത് CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ ഡെഫിനറ്റായിട്ടുള്ള ചില പ്ലേ ഗെയിംസ് ഉണ്ട്, അതായത് പ്ലേ തെറപ്പികളുണ്ട്. കുട്ടികളുടെ കൂടെ കളിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരെ കൂടുതൽ ഇമോഷണലി കംഫർട്ടബിൾ ആക്കുക. ഞങ്ങൾ ഈ കുട്ടിയെയും ചെയ്തത് രക്ഷകർത്താവിനോട് ഒരാഴ്ച ഫുള്ള് ലീവ് എടുക്കാൻ പറഞ്ഞു. പാരൻസും കുട്ടികളും എല്ലാവരും കൂടെ ഒരു ഫാമിലിയായിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരു ഷോർട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു 3 ദിവസത്തേക്ക്. അവർ പോയ സമയത്ത് വീട്ടിലെ സിറ്റുവേഷനും വീട്ടിലുള്ള കൺസേണും മാറിയപ്പോൾ കുഞ്ഞ് പൂർണ്ണമായും സെഷനിൽ എന്താണോ പറയാൻ കഴിഞ്ഞത് അതേ കാര്യങ്ങൾ രക്ഷകർത്താവിനോട് പറയുകയും അത് ആ പാരൻ്റൽ എഡ്യൂക്കേഷൻ 3 ദിവസം ഏതാണ്ട് 9 മണിക്കൂറോളം പാരൻ്റൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ വരുമ്പോൾ ഈ വയറുവേദനയെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും കൃത്യമായി 2 ആഴ്ച കൊണ്ട് കുഞ്ഞ് തിരികെ സ്കൂളിൽ സ്വാഭാവികമായി എത്തപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സൈക്കോ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് സപ്പോർട്ട്
അതുപോലെ മെൻറ്ററിങ് സപ്പോർട്ട്, അതുപോലെ ഈക്കോ സിസ്റ്റം തുടങ്ങി എല്ലാത്തിലും നമ്മൾ ഓരോ IEP പ്ലാനുകൾ ചെയ്തുകൊണ്ട് ഇൻവെൻട്രി പ്ലാനുകൾ കൊണ്ടുവന്നുകൊണ്ട് കുഞ്ഞിനെയും അതിൻ്റെ പാരൻസിനെയും നമ്മൾക്ക് സഹായിക്കാൻ കഴിഞ്ഞു. അത് ഏതൊക്കെ രീതിയിലാണ് എന്നത് വിശദമായി സംസാരിക്കാം. ന്യൂറോബയോളജിക്കൽ ആങ്കിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾക്ക് സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് ഇൻവോളണ്ടറി ആയിട്ടുള്ള ട്രോമ നമുക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് ഗട്ടിനാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകളിൽ പ്രധാനമായും ഒരു 90% നമ്മുടെ വയറിനെയാണ് ബാധിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ വേഗസ് നെർവിൻ്റെ പ്രോബ്ലം കൊണ്ട് കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിലൂടെ നമ്മൾക്ക് ഗട്ട് ഒരു ഇൻസെക്യൂർ ഫീൽ വരും. അപ്പോൾ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത്തരത്തിലുള്ള ഓരോന്നുണ്ടെന്നും കുഞ്ഞുമക്കളുടെ സൈലൻസ് നിങ്ങൾ അവർ സംസാരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കണമെന്നും പറയാനുള്ള കാരണം ഇതാണ്. സോ എന്തൊക്കെയാണ് കുട്ടികളിൽ ഇത് സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്? ചിലപ്പോൾ മിണ്ടാതിരിക്കുക, ചിലപ്പോൾ സ്കൂളിൽ പോവാതിരിക്കുക, അമിതമായ പേടി കാണിക്കുക, എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്ന് പറയുക, ഇതുപോലെ സ്റ്റൊമക്ക് പെയിൻ പറയുക, ചിലപ്പോൾ തലവേദന പറയുക തുടങ്ങി പല ആൻസൈറ്റികളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. അവർക്ക് കംഫർട്ടബിളായ ഒരാളോട് മാത്രമായിരിക്കും അവർ പറയുന്നത്. സോ ഒരുപാട് മൈൻഡ്ഫുൾ ടെക്നിക്സ് ഉണ്ട് നമുക്ക് ബ്രീത്തിങ് ടെക്നിക്സിലൂടെ. ഞങ്ങൾ ഈ കേസ് സ്റ്റഡിയിൽ പാരൻസിനും ബ്രീത്തിങ് ടെക്നിക്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട് കുളിപ്പിക്കുന്ന സമയത്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പോലും ഞങ്ങൾ ചാർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സൊല്യൂഷൻ ഞങ്ങൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഇത്തരം വിഷയങ്ങളുടെ സൈക്കോസെക്ഷൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട് 4 to 6 ഇയർ വരെ കുട്ടിയുടെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൻ്റെ ഫാലിക് സ്റ്റേജാണ്. ഈ സമയത്ത് കുട്ടികൾക്ക് സെക്ഷുവാലിറ്റിയിൽ ക്യൂരിയോസിറ്റി വരാം, ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റേഷനിലേക്കൊക്കെ അവർ പോകാം. അതവരുടെ വളർച്ചാ ഘട്ടമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതലായി അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഈ ഫാലിക് സ്റ്റേജിലുണ്ടാവുന്ന വിഷയങ്ങളിൽ അപകർഷതാബോധം, വല്ലാത്തൊരു വേദന, ഗ്രിവൻസസ്, ഒരു കുറ്റബോധം, കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, റിപ്രഷൻ മെമ്മറി. ഈ മെമ്മറി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് സ്റ്റൊമക്ക് പെയിൻ കൂടിക്കൊണ്ടേയിരിക്കും. അത് ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിതിനെ കാണുന്നത്, രക്ഷകർത്താക്കൾ ഇതിനെ കാണുന്നത്, ഇപ്പോൾ ഞങ്ങൾക്ക് വന്ന കേസ് സ്റ്റഡികളിൽ ഓറൽ സെക്സ് ചെയ്ത കുട്ടികളുണ്ട്, കുഞ്ഞു മക്കളാണ്, 4 to 6 ഇയേഴ്സ്. പക്ഷേ ചോദിക്കുമ്പോൾ രക്ഷകർത്താവിനോട് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടെന്നാണ്. പക്ഷേ ഇത് നമ്മൾ കാണുന്ന രീതി ഇതൊരു സെക്ഷൽ ആക്ഷനായിട്ടാണ്. പക്ഷേ ഇതിൽ ഒരു സൈക്കോസെക്ഷൽ എലമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ആ ഫാലിക് സ്റ്റേജിൽ ഉണ്ടാകുന്ന 4 to 6 ഇയറിലുണ്ടാകുന്ന ഈ ശരീരത്തിൻ്റെ മാറ്റങ്ങളും ക്യൂരിയോസിറ്റിയും ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും. ഇപ്പം ഒരു പാരൻ്റ് എന്നോട് ചോദിക്കുകയുണ്ട്, 2 വയസ്സ് 4 വയസ്സിലൊക്കെ ഇതുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ പാരൻ്റൽ അവയർനെസ്സിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ട് ആട്ടോക്രാറ്റിക് പാരൻറ്റിങ് ഇങ്ങനെയായിരിക്കും, നിങ്ങൾ അങ്ങനെയാണോ, അതോറിറ്റേറ്റീവ് ആണോ നിങ്ങൾ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരം കേസ് സ്റ്റഡികളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായതുകൊണ്ടാണ്. ഇനി വീണ്ടും പറയുന്നു, ഇത്തരം കേസ് സ്റ്റഡികൾ എല്ലാ കുട്ടികളിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ ആകണമെന്നൊന്നും ഇല്ല. അത് പ്രൊഫഷണലിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ സെക്ഷൽ എലമെൻറ്റ്സിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഫാലിക് സ്റ്റേജിൽ ഉണ്ടാകുന്ന 4 to 6 ഇയറിലുണ്ടാകുന്ന കുട്ടികളുടെ ക്യൂരിയോസിറ്റി ഫാക്ടറാണ് സൊമാറ്റിക് ഡിസോർഡറുകളിലേക്ക് പോകുന്നത്. അതൊരു സോഫ്റ്റ് ടച്ച് ആകാം, പിയർ ടച്ച് ആകാം, പാരൻ്റൽ ടച്ച് ആകാം. ബഹുഭൂരിപക്ഷം കുട്ടികളും വീട്ടിനുള്ളിൽ മൊളസ്റ്റഡ് ആണ്. ഇത് നമ്മൾ പോക്സോ എന്ന് പറഞ്ഞ് വലുതാക്കിയോ ചെറുതാക്കിയോ കാണാതെ ഇതിൻ്റെ പിന്നിലുള്ള ട്രോമ വ്യക്തമായും അനലൈസ് ചെയ്യുക. മരിക്കുവോളം ഇതിൻ്റെ ട്രോമ കുട്ടികൾ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിനുള്ളിൽ സുരക്ഷിതരാണോ എന്ന് പ്രത്യേകം ജോലിക്ക് പോകുന്നതിന് മുന്നേ, പരസ്പരം മത്സരിക്കുന്നതിന് മുന്നേ, ഒരുപാട് പൈസയ്ക്കായി ഓടുന്നതിന് മുന്നേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ജീവിക്കുന്നതിന് മുന്നേ ഒക്കെ നമ്മളാൽ ഈ ഭൂലോകത്തേക്ക് എത്തപ്പെട്ട നമ്മുടെ കുഞ്ഞുമക്കൾ ഇത്തരം കാര്യങ്ങളിൽ ഫ്രീ ആണോ? അവർ സുരക്ഷിതരാണോ? നമ്മൾ അവരെ പൂട്ടിയിട്ടിട്ട് പോയാലും അവർ സുരക്ഷിതരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പിയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു കോർ ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ, ഞാൻ സേഫല്ല, എൻ്റെ ദേഹത്തൊരാൾ തൊട്ടു, എനിക്ക് പേടിയാണ്, ആണുങ്ങളെ പേടിയാണ്,
അല്ലെങ്കിൽ തൊട്ട പെൺകുട്ടിയെ പേടിയാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഡേഞ്ചറിലാണ്, എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ അല്ലെങ്കിൽ എവിടെ ആയാലും അവിടെ തൊടാൻ പാടില്ലാത്തതാണ്, അതൊരാൾ തൊട്ടു, അതൊരു പാപമാണ് തുടങ്ങി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടിയിലുണ്ടാവുന്ന ഡിസ്ബിലീഫുകൾ ഉണ്ടാവും. ഈ ഡിസ്ബിലീഫുകളെ നമ്മൾക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് വളരെ സാവധാനം പാരൻ്റൽ എഡ്യൂക്കേഷനിലൂടെ അവരുടെ ഡിറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ അറ്റാച്ച്മെൻറ്റ് തിയറിയിലൂടെ അറ്റാച്ച്മെൻറ്റ് സപ്പോർട്ടിലൂടെ പതിയെ പതിയെ കൊണ്ടുവരേണ്ടതാണ്. ഇനി ഇങ്ങനെ കൊണ്ടുവരാത്ത പക്ഷം എന്ത് ചെയ്യും? തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ കഴിയാതെ, റിലേഷൻഷിപ്പ് റെസിലിയൻ്റ് ആകാതെ ട്രോമറ്റിക്കായി വരും കാലങ്ങളിൽ കുട്ടി ഒരുപാട് പേഴ്സണൽ ബന്ധങ്ങളിൽ, അവളും അല്ലെങ്കിൽ അവനും സമൂഹമായ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആരുമായ ബന്ധങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുകയും ഒരു പക്ഷേ സൂയിസൈഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. താനൊന്നുമല്ല, ഐ എം എ നോട്ട് വർത്തി പേഴ്സൺ, ഐ എം സെൽഫ് ഇല്ലാത്ത ഒരാളായി, ഐ എം നത്തിങ്, ഐ എം എ സീറോ തുടങ്ങി പറയുന്ന കൊച്ചുമക്കളും വലിയ മക്കളൊക്കെ ഒരുപാട് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ ഒരു കാര്യമായി മാറിപ്പോവാതിരിക്കാൻ ഇങ്ങനെയുള്ളൊരു CBT ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ കോർ ബിലീഫിനെ നമ്മൾ മാറ്റി ഏതാണോ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വിഷൻ സെറ്റ് ചെയ്തിട്ട് കോർ ബിലീഫിനെ മാറ്റുന്ന രീതിയിലേക്ക് ടെക്നിക്സ് യൂസ് ചെയ്ത് തെറപ്പി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം. ഇതിനകത്തൊരു ട്രോമ തിയറി ഉണ്ട്. അതായത് ഒരു 4 വയസ്സുള്ളൊരു കുട്ടിക്ക് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പായി വരില്ല. ആ സമയം ആ കുഞ്ഞിനെ തനിക്കുണ്ടായ പ്രശ്നങ്ങളെ ഇമോഷണലൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചില പാരൻസെങ്കിലും അത് കള്ളലക്ഷണം കള്ളം പറയുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, കുഞ്ഞുമക്കൾക്ക് അതിന് കഴിയില്ല, ഡെവലപ്മെൻ്റൽ സ്റ്റേജാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ബോഡിയുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അവരുടെ മനസ്സിൻ്റെ പെയിൻ പുറത്തു വരുന്നത്. അതാണ് സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന എന്ന് പറയുന്നത്. അപ്പോൾ ട്രോമ തിയറികൾ നിരവധിയാണ്. ഓരോന്നിനും ഓരോ പ്രായമുണ്ട്, ഓരോ പ്രായത്തിനും ഓരോ ആക്ഷനുണ്ട്. അത് പ്രായമൊന്നുമല്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു 3 വയസ്സ് തൊട്ട് 6, 6 തൊട്ട് 9, 9 തൊട്ട് 12 ഇങ്ങനെ പോകുന്ന ഓരോ ഏജിനും ട്രോമ ബേസ് ചെയ്തിട്ടുള്ള തിയറികളുണ്ട്, സൈക്കോളജിക്കൽ റൂളുകളുണ്ട്. ഇത് ഓരോ സംഭവത്തിനും നമ്മൾ പഠിച്ച നിയമങ്ങൾ പോലെയോ റൂളുകൾ പോലെയോ ഒന്നുമല്ല ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കേസ് സ്റ്റഡികൾ. സോ അത് സെൽഫ് റിലയൻറ്റ് മെത്തേഡ്സിലൂടെയാണ്, എക്സ്പെർട്ടൈസ് മെത്തേഡ്സിലൂടെയാണ്, ഗുരുനാഥന്മാരോട് ചോദിച്ചും പറഞ്ഞും ഒക്കെ തന്നെയാണ് നമ്മളും അത് പഠിച്ചെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ട്രോമ ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം തിയറികളിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്നാണ് ഈ ബോഡിയുടെ കോർട്ടിസോളിൻ്റെ അളവ് ട്രോമയ്ക്കനുസരിച്ച് കൂടുകയും അത് ഗട്ട് ഇൻഫെക്ഷനിലേക്ക് വരികയും ചെയ്യും. സോ ഇത് തലച്ചോറുമായി ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സോ ഒരു കുഞ്ഞു മക്കളിൽ പറയാൻ പറ്റാത്ത പല കാരണങ്ങളും അടി കൊടുത്ത് പറയുമെന്ന് പറയിപ്പിക്കുമ്പോൾ അവർക്ക് പറയാനോ ഇമാജിൻ ചെയ്യാനോ കഴിയില്ല, അതിനറിയില്ല. അതുകൊണ്ട് നമ്മളുടെ സൂപ്പർവിഷൻ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 4 വയസ്സ് വരെ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ 46 വയസ്സ് വരെ ജീവിച്ച് എനിക്ക് 4 വയസ്സിനോട് സംസാരിക്കാനുള്ളൊരു യുക്തിബോധം ഇല്ലെങ്കിൽ നമ്മളൊരു പാരൻ്റ് ആകാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് പാരൻ്റൽ എഡ്യൂക്കേഷനിൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പെൻസിൽ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വന്നു, അത് എടുത്തിട്ട് വന്നത് മോഷ്ടിച്ചതാണല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് മോഷ്ടിച്ചതല്ല, എടുത്തിട്ട് വന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ നീ കള്ളത്തരം പറയുകയാണ്, നീ കള്ളത്തരം പറയാൻ പഠിച്ചിരിക്കുകയാണ്, അവരെ പോലെ ഇവരെ പോലെ എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് ഒരു പരിധിവരെ. അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തിട്ട് പോകുമ്പോൾ അത് മോഷണമായിട്ടോ അല്ലെങ്കിൽ കട്ടെടുത്തതായിട്ടോ കുട്ടിക്ക് അറിയാനുള്ള പ്രാപ്തി അവൻ്റെ തലച്ചോറിനില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാമായിരിക്കും ഒരു പരിധി വരെ, എങ്കിലും നമ്മൾ ആ വാക്കുകൾ ഉപയോഗിച്ച് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. അതവൻ്റെ തലച്ചോറിൻ്റെ വികസനത്തിനനുസരിച്ചിട്ടുള്ള ലാംഗ്വേജാണ്. അത് പ്രത്യേകം നിങ്ങൾ പാരൻ്റ് കെയറിൽ ശ്രദ്ധിക്കുമെന്ന് തന്നെ കരുതുന്നു. ഈ കേസ് സ്റ്റഡിയുമായിട്ട് ചേർന്ന് പറഞ്ഞ ട്രോമ തെറപ്പിയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ. റിക്സിൻ്റെ സൈക്കോ സോഷ്യൽ തിയറിക്കകത്തൊരു കാര്യമുണ്ട്.
ഈ തിയറികളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, എങ്കിലും ശാസ്ത്രീയമായ അടിത്തറ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു പക്ഷെ പഠിക്കുന്നവർക്കും കൂടെ കുറച്ചുകൂടെ ഉപയോഗപ്പെടാമല്ലോ. എറിക്സ് പറഞ്ഞിരിക്കുന്നതിൽ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നൊരു സാധനമുണ്ട്, നിങ്ങൾക്കും എനിക്കുമുണ്ട്. ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായ ഒരു കാര്യമാണല്ലോ ഇത്, അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായല്ലോ എന്ന് നമുക്കൊരാൾക്ക് തോന്നണമെങ്കിൽ 3 തൊട്ട് 6 വയസ്സിനിടയിലാണത് കൂടുതൽ തോന്നുന്നതെന്നാണ് എറിക്സൺ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് 3 വയസ്സ് തുടങ്ങുന്ന ഒരു കുട്ടിക്ക് 6 വയസ്സിനുള്ളിൽ ഈ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് വരും. ഏത്? ഞാനൊരു കാര്യം ഇനിഷ്യേറ്റീവ് ചെയ്തു. ഇപ്പം ഞാനൊരു പൂമ്പാറ്റയെ കൊന്നു, അയ്യോ ഞാൻ കൊന്നുപോയല്ലോ, ഞാനാണല്ലോ കൊന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 3 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് അതിനുള്ള കഴിവോ ചിന്താശക്തിയോ ഇല്ലാന്നും കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ സോഫ്റ്റ് ടച്ചോ ഹാർഡ് ടച്ചോ ബാഡ് ടച്ചോ ഒക്കെ വരുന്ന കുട്ടികളിൽ ഒരു ഗിൽറ്റ് ഡെവലപ്പ് ചെയ്യും. ഈ ഗിൽറ്റ് എന്ന് പറയുന്നത് എറിക്സൻ്റെ അഭിപ്രായ പ്രകാരം കുഞ്ഞുമക്കളിൽ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ അമ്മ മിണ്ടാതിരിക്കുന്നു, അമ്മ എന്താ മിണ്ടാതിരിക്കുന്നത്? ചിലപ്പോൾ ഞാനിത് ചെയ്തതുകൊണ്ടായിരിക്കുമോ, അമ്മ അത് മനസ്സിലാക്കി കാണുമോ? ഗിൽറ്റ് ഇത് കൂടുന്നതിനനുസരിച്ച് ബ്രെയിനിൻ്റെ കോർട്ടിസോൾ ലെവൽ ഹൈ ആവും. അതായത് ഇതിൻ്റെ ഓരോ ഘടകങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷനിങ് നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഓരോ ആക്ഷനിലും കുട്ടി ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവയർനെസ് കൊടുക്കുന്നത്? ശരിയാണ്, ഇപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ടൊരു ഗ്ലാസ് താഴേക്ക് വീണു, ആ ഗ്ലാസ് എൻ്റെ കയ്യിലുണ്ട്, അത് താഴേക്ക് വീണു. അപ്പോൾ ഞാൻ അറിയാതെയാണ് താഴേക്ക് വീണത്, അത് ശ്രദ്ധയില്ലാത്തതാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ അറിയാതെയാണ് വീണത്, കാരണം എൻ്റെ അപ്പോഴത്തെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലായിരുന്നു എന്ന് പറയുന്നത് പോലെ, പഠിച്ചില്ല, കുഴപ്പമില്ല, പനിയായിരുന്നു എന്ന് പറയുന്നത് പോലെ, ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നതിലല്ല എങ്കിലും എനിക്കറിയാം കണക്ക് പരീക്ഷയിൽ മാർക്ക് കുറവാണ്, സോ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്, അതിന് ഗിൽറ്റ് വരണ്ട എന്ന രീതിയിൽ കൊടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു CBTകളും നമുക്ക് പ്രാപ്തമായി ചെയ്യാൻ കഴിയില്ല. ഇതൊരു മെൻറ്റർ ചെയ്യുന്നതിനെക്കാട്ടിലും പാരൻ്റൽ എഡ്യൂക്കേഷനിൽ ഇത് പ്രത്യേകം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഈ കേസ് സ്റ്റഡികളിലൂടെ പറഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. കുഞ്ഞുമക്കളുടെ വളർച്ചാഘട്ടങ്ങൾ ഉണ്ടാകുന്ന ഓരോ ഡെവലപ്മെൻറ്റൽ ഗ്രോത്ത് സ്റ്റേജുകളിലും നമ്മൾ എന്ന പാരൻസിൻ്റെയും പ്രൊഫഷണൽസിൻ്റെയും ഒക്കെ പങ്ക് വളരെ 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 വലുതാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, സൗകര്യങ്ങൾ, എല്ലാ സജ്ജീകരണങ്ങളും മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത്. അറിവുകളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശക്തമായ ഉറവിടമായി മാറണം നമ്മുടെ പാരൻ്റൽ എഡ്യൂക്കേഷൻ. ഇനി എന്തൊക്കെ തെറാപ്യൂട്ടിക് ഫോക്കസ് തിയറി ബേസ് ചെയ്തും അല്ലാതെ നമുക്ക് കൊടുക്കാം? ഞാൻ നേരത്തെ പറഞ്ഞു CBT, ട്രോമ ഫോക്കസ്ഡ് CBT, TFCBT, അത് നമുക്ക് കൊടുക്കാം. എന്താണോ ഉണ്ടായ പ്രശ്നം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റിയും ചാർട്ടും നമ്മുടെ കുട്ടിയുടെ ഡേറ്റ എടുത്ത്, വീട്ടിലെ സിറ്റുവേഷൻസ്, ഡെയിലി റുട്ടീനൊക്കെ എടുത്ത്, ഡെയിലി സ്കെഡ്യൂൾ എടുത്ത്, പാരൻ്റൽ സ്കെഡ്യൂൾ എടുത്ത്, അവരുടെ കുട്ടികളുമായിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ടൈം എടുത്ത്, അങ്ങനെ കുറേ ഡേറ്റ ഉണ്ട്. അത് അസസ് ചെയ്തതിന് ശേഷം TFCBT നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം ഞാൻ കൊടുത്തത് എന്താണ് ഈ കുട്ടിക്കെന്ന് ചോദിച്ചാൽ, അമ്മയോടും അച്ഛനോടൊപ്പം ഒരുപാട് കളിക്കുക, ചേട്ടൻ ഒരാഴ്ച പോകണ്ട, ഒരു ബ്രേക്ക് എടുത്ത് നമ്മളൊരു ടൂറ് പോവുക, വേറൊരു ഇക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് കുട്ടി പെരുമാറുന്നതെന്ന് ശ്രദ്ധിക്കാൻ പറയുക തുടങ്ങിയ രീതികളിൽ പ്രത്യേകം ചാർട്ട് തയ്യാറാക്കി കൊടുത്തത് വളരെ മിടുക്കരായ, വളരെ വളരെ കോപ്പറേറ്റീവായ പാരൻസ് അത് ചെയ്തു. ഐ എം വെരി മച്ച് വണ്ടർഫുൾ ടു ദം ആൻഡ് പ്രൗഡ് ഓഫ് ദം. ഈവൻ ദേ sacrifice their emotion, their time, everything for this 1 week. അതുകൊണ്ടാണ് ഇത് സക്സസ് ആയത്. രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾക്ക് ഫൈൻ ബോഡി മൂവ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടുള്ള മൈൻഡ് ബോഡി റെഗുലേഷൻ ടെക്നിക്സ് നമുക്ക് കൊടുക്കാം. അത് ആഹാരം, ഉറക്കം, വസ്ത്രധാരണ രീതികൾ, ഡെയിലി ഉള്ള ആക്ടിവിറ്റികൾ, ഇതിനെല്ലാത്തിനും നമ്മൾക്കിതിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് റെഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. മറ്റൊന്നാണ് വളരെ തീവ്രമായ ഒരു കാര്യം, ബൈസ്റ്റാൻഡർ എഡ്യൂക്കേഷൻ, പാരൻ്റൽ എഡ്യൂക്കേഷൻ. 2 പാരൻസിനെയും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും നേരിട്ട് കണ്ട് ഓരോരുത്തരിലും കുട്ടി പെരുമാറുന്ന രീതികളെ പഠിച്ച് അവർക്ക് ഓരോരുത്തർക്കും അത് ഇങ്ങനെ പെരുമാറണമെന്ന് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടുള്ള വളരെ ഞങ്ങളുടെ പാനൽ ഒരുമിച്ചിരുന്ന് ചെയ്ത ഒരു വലിയ കാര്യമായിരുന്നു. അത് ഞങ്ങളുടെ കേസ് സ്റ്റഡി ആയിട്ട് ഞങ്ങളത് കണ്ടില്ല.
അത് വളരെ വളരെ മിടുക്കരായ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണത്. അപ്പോൾ അവരെ നമ്മുടെ മുഴുവൻ സമയവും നമ്മുടെ റിസർച്ച് ടീമിന് ഒരുമിച്ചിരുത്തിയാണ് ഞങ്ങളത് ചെയ്തത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടാവുകയും ഞങ്ങൾ ആ കുട്ടികൾ ചെയ്ത പ്രവൃത്തി ഞങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റൽ ക്രൈറ്റീരിയ ആയിട്ടും മൈൽ സ്റ്റോൺ ആയിട്ടും വെക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത് സൈക്കോ എഡ്യൂക്കേഷനിലും പാരൻ്റൽ എഡ്യൂക്കേഷനിലും ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾക്ക് കഴിയുണ്ടായി. അതുപോലെയാണ് പ്ലേ തെറപ്പി. ശരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല കാര്യങ്ങൾ കാണുന്നവരാണ്. എനിക്കറിയാം പലരും കൺഫ്യൂസ്ഡാണ്, ഏത് ശരി ഏത് തെറ്റെന്ന് അറിയില്ല. നിങ്ങൾ പ്രത്യേകം DSM പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ICD നോക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും പ്ലേ തെറപ്പി എന്ന് പറയുന്നത് ഒരു തെറപ്യൂട്ടിക്കൽ മെത്തേഡാണ്, അതൊരു മെഡിസിനാണ്. അത് വളരെ നല്ലതായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അത് കുട്ടിയുടെ ഏതൊക്കെ കളികളാണ് ഇഷ്ടം, എങ്ങനെയാണ് കളിക്കുന്നത്, എന്തൊക്കെ ടൂൾസാണ് കളിക്കാൻ ഉപയോഗിക്കുന്നത്, കളിക്കുന്നതിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അതിൽ എസ്തെറ്റിക് ഡെവലപ്മെൻറ്റ് എന്താണ്, നറേഷൻ ഉണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് എടുത്തിട്ട് നമുക്ക് പ്ലേ തെറപ്പി ഡിസൈൻ ചെയ്യും. അതിനൊരു റുട്ടീൻ വെക്കും. അത് ചിലപ്പോൾ ലൂഡോ ആകാം, സ്നേക്ക് ആൻഡ് ലാഡർ ആകാം, ചെസ് ആകാം, ക്യാരംസ് ആകാം, ചിലപ്പോൾ ഫാദർ മദറുമായിട്ട് ടർഫിൽ പോകുന്നതായിരിക്കാം, സ്വിമ്മിങ് ആയിരിക്കാം. അങ്ങനെ എന്തും നമ്മൾ പ്ലേ തെറപ്പിയിൽ അതിൻ്റെതായ അനുസരിച്ച് നമ്മളത് പ്ലാൻ ചെയ്യാറുണ്ട്. ഇതാണ് സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന തിയറി മോഡൽസ്. ശരിക്കും ഇതിനൊരു തിയറിറ്റിക്കൽ മോഡൽ നമുക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കേട്ടിട്ട് പഠിക്കുന്ന കുട്ടികളോടായിട്ട് പറയാൻ മാത്രമായിട്ട്, ഒരു 4-year-old ചൈൽഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈക്കോസൊമാറ്റിക് അബ്ഡോമിനൽ പെയിൻ ഇൻഡ്യൂസ്ഡ് ബൈ പിയർ സൈക്കോസെക്ഷുവൽ ബോർഡർലൈൻ വയലേഷൻ, അതും പ്ലേ തെറപ്പിയിലൂടെ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിലൂടെ, സൈക്കോ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എങ്ങനെ മാറ്റിക്കൊണ്ട് വരാമെന്നതായിരുന്നു ഇന്ന് പറഞ്ഞ കേസ് സ്റ്റഡിയുടെ സംക്ഷിപ്ത രൂപം. സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളിലെ നിശബ്ദതകൾ അവരുടെ ശരീരത്തിലൂടെ ശബ്ദങ്ങളായി, ആക്ടിവിറ്റികളായി, വേദനകളായി, കരച്ചിലുകളായി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകം അത് ശ്രദ്ധിക്കുക. ഇനി അതാരായാലും അവനെ വെറുതെ വിടരുത് എന്നല്ല ചെയ്യേണ്ടത്. അവർക്കും സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട്, അവയർനെസ് കൊടുത്തുകൊണ്ട്, കുഞ്ഞുങ്ങളാണെന്ന് കണ്ടുകൊണ്ട്, നമ്മൾ മുതിർന്നവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, 4 വയസ്സും അതിൻ്റെ അടുത്തൊരു 6 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ ഇട്ടാലും നമ്മളാണ് സീനിയർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടലുകൾ നടത്തി ആ ഒരു ട്രോമ വരാതെ സൂക്ഷിക്കണമെന്നതാണ് ഇന്നത്തെ കേസ് സ്റ്റഡിയുടെ ഒരു നട്ട്ഷെൽ. താങ്ക് യു സോ മച്ച്, സെലീന.